ഹലോ ഓൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ട്രിപ്പ് പോകാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ്? ലേക്ക് ഗാർഡ. അപ്പോൾ നമ്മൾ ലേക്ക് ഗാർഡ ഇറ്റലിയിലുള്ള ഒരു സ്ഥലമാണ്. ഒരു ലേക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്കാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ജോസ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ അഖിലും ജോസും വണ്ടി എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുകയാണ് അവർ വരുന്നതായിട്ട്. ഇവർ ഇന്നലെ ആംസ്റ്റർഡാമിൽ നിന്നും ബ്രസൽസിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. ഇന്നലെ നല്ല ബ്ലോക്കിലൊക്കെ പെട്ട് അവരെത്തിയപ്പോൾ തന്നെ ഇന്ന് വെളുപ്പിനായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോൾ ഒരു നേരമായി. ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ 3:30 ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും രാത്രിയാവും. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തുമായിരിക്കുമോ? അതിനിടയ്ക്ക് അത് ശരിയാ. ഞങ്ങൾ എല്ലാ സ്റ്റോപ്പിലും നിർത്തി ഓരോ ചായയും കാപ്പിയും കുടിക്കാതെ ഒരു റീൽസോളി വന്നിട്ടുണ്ട്. ഇത് ഇന്ന് അവർ വെളുപ്പിന് 4 മണിക്ക് എത്തിയിട്ടുള്ള കാഴ്ചകളാണ്. ഇന്നലെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട്, ഫ്രൈഡേ ആയതുകൊണ്ട് ജോസ് ഒക്കെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായി. ജോസ് ബ്രസൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്രസൽസിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പോയി ആഷിഖിനെയും അമീനെയും കൂട്ടി അവർ ഫ്രൈഡേ 4 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങോട്ട് അത്യാവശ്യം നല്ല ഡ്രൈവും ബ്രേക്കൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ വെളുപ്പിന് 4 മണിയായി. അപ്പോൾ ആരുടെ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞൊരു കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഫുൾ ഓൺ എനർജി ആയി. കാരണം ഒത്തിരി കാലമായി ഞങ്ങൾ എല്ലാവരും കൂടെ കണ്ടിട്ട്. അപ്പോൾ കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞേയില്ല. എല്ലാ ട്രിപ്പിലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറുണ്ടെങ്കിലും മര്യാദയ്ക്ക് എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത് ഇപ്പം കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന വീഡിയോസിലുള്ള പോരായ്മകളും നിരൂപണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള ടോക്കുകളൊന്നും അല്ല. എന്നാലും ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം, കുറച്ചുകൂടെ എങ്ങനെ ബെറ്റർ ആയിട്ട് വീഡിയോ എടുക്കാം എന്നൊക്കെ, പിന്നെ കുറച്ച് തന്നെ വാരലും ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചുമ്മാ മൈക്രോസോഫ്റ്റിന്റെ പ്രൈസ് അവിടുത്തെ ഞാൻ ആനയെ വാങ്ങിക്കുന്നതിന് മുമ്പ് തോട്ടി വാങ്ങിക്കുന്ന ടൈപ്പാണ് അഖിൽ എന്നെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് കുറച്ച് നല്ലതായിട്ട് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പെയ്ഡ് വേർഷനിലൊക്കെ വേണ്ടി കാശ് മുടക്കിയാൽ മതിയെന്ന് അഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഓൾറെഡി പെയ്ഡ് വേർഷനൊക്കെ എടുത്തായിരുന്നു. ഇത് ഞാൻ അഖിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഏതാണ്ട് 6-7 മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് മിണ്ടിക്കൊണ്ടിരുന്നു. രാത്രി ഉറങ്ങിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മറന്നുപോയി. പിന്നെ ഉറങ്ങുന്ന കാര്യം ആലോചിച്ചപ്പോഴാ ഇനി ഏതായാലും ഇത്രയും സമയമായില്ലേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ പിന്നെ എണീറ്റ് പോകാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ ഇടിയപ്പം? സൂപ്പർ. ഇനി കറി കൂടെ എടുത്തു കഴിഞ്ഞിട്ട് മ്യൂണിക്കിലെ ഏറ്റവും ബെസ്റ്റ് ഇടിയപ്പം. യൂറോപ്പിൽ ബെസ്റ്റ് ആയിരുന്നല്ലോ. ഹൈഡൽബർഗ് കാണോ? ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം ഇന്ന് രാവിലെ എണീറ്റിട്ടാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞങ്ങളിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് യൂട്യൂബിൽ മറിമായത്തിൻ്റെ ഒരു എപ്പിസോഡൊക്കെ കണ്ട് പിന്നെ കിടന്നുറങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഉറങ്ങാൻ കിടന്നെങ്കിലും വലിയ കാര്യമായിട്ടുള്ള ഉറക്കമൊന്നും നടന്നില്ല. എല്ലാവരും ഒരു 2-2.5 മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ രാവിലത്തെ മിച്ചമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചായിട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങുന്ന സീനാണ് ഈ കാണുന്നത്. അതിനിടയ്ക്ക് Nike or Jake, ഒന്ന് zoom ചെയ്യൂ. No. There is no zooming, okay? It's my privacy, yeah? Yeah. And then I have a nice pair of shoes. And then I have an Apple Watch, you have to imagine. And then my wedding ring, which comes to my wife. How much you are, ഇത്തവണ ജോസ് ടെമുവിൽ നിന്ന് കുറച്ച് ചീപ്പ് ഐറ്റംസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹൗ മച്ച് ഡസ് യുവർ ഔട്ട്ഫിറ്റ് കോസ്റ്റ് എന്നുള്ള സെഗ്മെൻ്റാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ പൂട്ടി പെട്ടിയും പ്രമാണങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ട്രിപ്പ് പോകുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഞങ്ങളുടെ പ്രഹസനങ്ങളാണ് കൂടുതലും ഉണ്ടാവുക, സ്ഥലങ്ങൾ കാണുക എന്നതിനേക്കാളും കൂടുതൽ. ഞാൻ ഓർത്തു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമോ എന്ന്. പിന്നെ ഞാൻ ഓർത്തു ഇതൊക്കെ ഒരു നല്ല മെമ്മറീസ് അല്ലേ, പിന്നെ ഓർത്തിരുന്ന് കാണാനായിട്ട്. അതുകൊണ്ടൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ വീഡിയോയ്ക്കുള്ള ഇൻട്രൊഡക്ഷനൊക്കെ എടുത്തോണ്ട് നിന്നപ്പോഴേക്കും ജോസും അഖിലും താഴെ വണ്ടിയിട്ടിരിക്കുന്ന ഗരാഷിൽ നിന്ന് പോയി എടുത്തോണ്ട് വന്നു. അങ്ങനെ പോകാനുള്ള ലൊക്കേഷനൊക്കെ ഇട്ട് ഞങ്ങളെല്ലാം സെറ്റായി. ഏകദേശം 450 കിലോമീറ്റേഴ്സ് ഉണ്ട് അങ്ങോട്ട്. എത്തുമ്പോഴേക്കും ഒരു നേരമാകും. ഇപ്പൊ സാറ്റർഡേ ഓൾമോസ്റ്റ് ഈവനിങ് ആയി. എത്തുമ്പോൾ മിഡ്നൈറ്റ് ആകുമായിരിക്കും. അത് കഴിഞ്ഞ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ രാത്രിയിലെങ്കിലും തിരിച്ചെത്തണം. വെനസ്ഡേ അവർക്ക് തിരിച്ച് ആംസ്റ്റർഡാമിലേക്ക് പോകാനുള്ളതാണ്. ഞാനും അഖിലും ആഷിക്കും ഒക്കെ ഒരു കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഞാനും ജോസും ആഷിക്കും ഒരു കമ്പനിയിലാണ് ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ട് പറയാനുണ്ടാവാറുണ്ട്. ഞങ്ങൾ ഇത്രയും ദൂരത്തിലാണ് താമസിക്കുന്നതെന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റാറില്ലെങ്കിലും വർഷത്തിൽ 2 തവണയെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ട്രിപ്പ് പോകാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഒരു റെസ്റ്റ് സ്റ്റേഷനിൽ നിർത്തിയേക്കാണ്. ആ ബാക്കിൽ കാണുന്നത് ഈ പിള്ളേരെ കൊണ്ട് എവിടെ വന്നു കഴിഞ്ഞാലും ഇങ്ങനെയാണ്. ഒരുമാതിരി അലമ്പ് പിള്ളേരാണ്. അപ്പൊ പറഞ്ഞ പോലെ ഒരു കോഫി കുടിച്ചിട്ടാവാം ഇനി ബാക്കി കാര്യങ്ങൾ. ഇതൊരു ട്രാവൽ വ്ളോഗ് ആക്കി എടുക്കാമെന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൂടുതലും പോകുന്ന വഴിക്കുള്ള കോഫി ഷോപ്പിൻ്റെയും റെസ്റ്റേഷൻ്റെയും ഒക്കെ ഒരു റിവ്യൂ ആയിട്ട് ഇടുന്നതായിരിക്കും കൂടുതലും നല്ലതെന്ന്. ഞാനും അഖിലും ഓരോ ഹോട്ട് ചോക്ലേറ്റും ബാക്കി എല്ലാവരും കഫേ അമേരിക്കാനോയും ആണ് എടുത്തത്. കൂടെ ഒരു ബുട്ടർ ബ്രെഡ്സൽ വാങ്ങിച്ചു. ബ്രെഡ്സൽ അഥവാ ബ്രെഡ്സൽ യൂറോപ്പിലെല്ലാം പൊതുവെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കൂടുതലും ജർമ്മനിയിലാണ് കണ്ടിട്ടുള്ളത്. ഓരോ റീജിയനിലും പല ഷേപ്പുകളിലുള്ള ബ്രെഡ്സൽ കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ ഇത് ആദ്യമായിട്ട് കഴിച്ചത്. പിന്നെ പ്രാവശ്യം ഫ്രാങ്ക്ഫർട്ടിൽ ഇതിൻ്റെ അകത്ത് ചീസ് വെച്ചിട്ട് തന്നത്. അത് നല്ല രസമാണ്. ലഞ്ചായിട്ട് കഴിച്ചത്. ഇതൊന്നുമില്ലല്ലോ, പ്ലെയിൻ അല്ലേ? ബട്ടർ കുറവാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? നിനക്ക് ഇഷ്ടമില്ലല്ലോ. ഞങ്ങൾ കോഫി കുടിക്കാൻ ഇറങ്ങിയത് ഓസ്ട്രിയയിലെ സില്ലർത്താൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്കായിട്ട് പണ്ടൊരു വീക്കെൻഡ് ട്രിപ്പായിട്ട് വന്നിട്ടുണ്ട്. ആൽപ്സിൻ്റെ വ്യൂ ഒക്കെ ഉള്ള ഒരു അടിപൊളി വില്ലേജാണ് സില്ലർത്താൽ. പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻ ഉണ്ടെങ്കിലും ഇതൊക്കെ കണ്ടേച്ച് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം എന്തായാലും ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഒരു നേരമാകും. Hi guys, now we are at Zillertal, the most premium destination in Austria. Let's look at the beautiful Austria. Sorry. Okay, വ്ളോഗിലേക്ക് പറഞ്ഞത് ഞങ്ങൾ ഇത് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ് ഈ വ്ളോഗ് ഫുള്ളായിട്ട്. ഇന്നലെ പ്യാരിജാതൻ അങ്ങനെ കുറച്ച് നേരത്തെ ഓവറാക്കലുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടിയെ കയറി. അപ്പം നിങ്ങൾ വിചാരിക്കും ഡെസ്റ്റിനേഷനിലേക്കാണെന്ന്. അല്ല, അടുത്ത സൂപ്പർ മാർക്കറ്റ് തപ്പിയുള്ള യാത്രയാണ്. അല്ല, ശ്രീലങ്കയിൽ ഇറക്കി അവരുടെ കട്ടയമ്പടം മടക്കി കൊടുത്തു. അല്ല, പക്ഷെ ഈ റോഡ് ഭയങ്കര ക്വാളിറ്റി ഉണ്ടോ? അതായത് അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് തേടിയുള്ള ഞങ്ങളുടെ യാത്ര സ്പാർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്പാർ കയറി ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള എല്ലാ സാധനങ്ങളും വാരിക്കൂട്ടി. സാധാരണ ഞങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ എയർബിഎൻബിയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് എന്തെങ്കിലും ബ്രെഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പോകാറ്. എന്തുകൊണ്ട് ഇപ്പൊ ഫുഡ് കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ. ഹൈവേയുടെ അടുത്തുള്ള മെക്ഡികൾ സാധാരണ 24 hours ഉള്ളതുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് ഫുഡ് കിട്ടാതിരിക്കില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ അധികം താമസിക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയതുകൊണ്ട് അധികം താമസിക്കാതെ തൊട്ടടുത്ത് കണ്ട ഒരു മെക്ഡിയിൽ ഞങ്ങൾ വീണ്ടും കയറി. ഹലോ ഗായ്സ്, നമ്മൾ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സമയം ഇപ്പം ഏതാണ്ട് 12:30 ഞങ്ങൾ സക്സസ് ആയോ? സക്സസ് ഗൈസ്. ലേക്ക് ആർഡയിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്.
എയർബിഎൻബിയിൽ സെൽഫ് ചെക്കിൻ ആയതുകൊണ്ട് നമ്മൾ ഏത് സമയത്ത് ചെന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇത്രയും ലേറ്റ് ആയെന്നുണ്ടെങ്കിലും നമുക്ക് കീ അവരൊരു ബോക്സിൽ ഒരു പിൻ കോഡ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ. ആ പിൻ കോഡ് അവർ ഞങ്ങൾക്ക് എയർബിഎൻബിയിൽ ആപ്പിൽ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതടിച്ച് നമുക്ക് കീ കിട്ടി. അപ്പോൾ പല ഗേറ്റുകളുണ്ടായിരുന്നു. ഓരോ ഗേറ്റിൻ്റെയും കീ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇതായിരിക്കും ഗേറ്റ്. അതൊരു വലിയ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആയിരുന്നു. അപ്പോൾ ഇത്രയും രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്കുള്ള ഗേറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കണ്ടുപിടിക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ട്രഷർ ഹണ്ട് ഒക്കെ കഴിഞ്ഞ് ബി നിലവറയും തുറന്ന് ഞങ്ങൾ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെയുള്ള ട്രിപ്പിന്റെ ഒരു മൊത്തം ഫിനാൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഫുഡിനും ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്യുന്നത് റൂമിനും ആയിരിക്കും. പണ്ടൊക്കെ എല്ലാവരും സിംഗിൾ ആയിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാകുന്നത് അപ്പാർട്ട്മെന്റിലെ ഏറ്റവും നല്ല റൂം എടുക്കാനായിരിക്കും. സാധാരണ ഒരു മെയിൻ ബെഡ്റൂമും ഉണ്ടാകും, മറ്റേ റൂമിൽ ഒരു ബങ്ക് ബെഡും ആയിരിക്കും ഉണ്ടാവാറ്. അപ്പം മെയിൻ റൂം ആരെടുക്കുന്നെന്നുള്ള അടി മിക്കവാറും ഉണ്ടാവാറുണ്ട്. ഞാൻ കിടന്നത് നിങ്ങൾ അവിടെ നിൽക്കല്ലേ. ഹലോ ഓൾ, ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ലേക്ക് ആർഡയുടെ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രാത്രി 12:30 ഒക്കെ ആയായിരുന്നു. ഞങ്ങൾ ഒരുപാട് ലേറ്റായി ഞങ്ങൾ ഡ്രൈവ് ചെയ്തെത്തി. ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കണ്ട 2-3 സ്റ്റോപ്പിൽ നിർത്തുകയൊക്കെ ചെയ്തു. സില്ലർത്താൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഒരു ഡീവിയേഷനൊക്കെ എടുത്ത്, കാരണം എന്തായാലും രാത്രിയാവും നമ്മളിവിടെ എത്തുമ്പം. നമുക്ക് ഇന്നലത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് സ്റ്റോപ്പൊക്കെ എടുത്തിട്ടാണ് വന്ന് പിന്നെ ഇടയ്ക്ക് ഓരോ ബ്രേക്ക് എടുക്കുകയും റെസ്റ്റ് സ്റ്റേഷനിലൊക്കെ കയറുകയും അങ്ങനെയൊക്കെ വന്നെത്തി കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായി. സോ ഇതിൻ്റെ സറൗണ്ടിങ്സ് നമുക്ക് വന്നപ്പോൾ കാണാൻ പറ്റിയില്ല, കാരണം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുള്ള വ്യൂ. ഈ കാണുന്നതാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേ എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ താഴത്തെ ഫ്ലോറ് ഫുള്ള് നമ്മൾ 5 പേര് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം അങ്ങനെ ഭയങ്കര വാവുന്നൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ല സ്റ്റേ ആയിരുന്നു. ഞങ്ങളപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ എല്ലാവരും നല്ല ടയേർഡാണ്, കാരണം ഇന്നലെ വന്നപ്പോൾ അവരവിടുന്ന് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഒത്തിരി ലേറ്റ് ആയായിരുന്നു മ്യൂണിക്കിലെത്തിയപ്പോൾ തന്നെ. പിന്നെ മ്യൂണിക്കിൽ നിന്ന് നല്ല വെയിലുണ്ട്. മ്യൂണിക്കിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡ്രൈവും ഒരു 5.5 hours ഉണ്ടായിരുന്നു ശരിക്കും, ഡ്രൈവ് മാത്രം. പിന്നെ ഞങ്ങൾ സ്റ്റോപ്പൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി. അപ്പം ഇന്നിപ്പം രാവിലെ ക്ഷീണമൊക്കെ മാറ്റി നന്നായിട്ട് റിലാക്സ് ചെയ്ത് ഒരു കുറച്ച് ലേറ്റായിട്ട് നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം ലേക്ക് ആർഡയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പാർട്ട്മെന്റിന്റെ പുറകിലായിട്ട് ചെറിയൊരു ഗാർഡനും ഒരു ചെറിയ ഊഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഗ്രില്ല് ചെയ്യാനുള്ള ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ല വെതറാണെന്നാണ് തോന്നുന്നത്. രാവിലെ തന്നെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു മോർണിംഗ് ബേർഡ് ആയതുകൊണ്ട് എത്ര ലേറ്റായിട്ട് കിടന്നു കഴിഞ്ഞാലും ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാക്സിമം എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഞാൻ എണീറ്റ് പോകും. പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും പതുക്കെ ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നുണ്ട്. ജോസ് ബേബി രാവിലെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ എണീറ്റ് പള്ളിയിൽ പോയായിരുന്നു. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ബ്രെഡും സ്പ്രെഡും ആപ്പിൾ ജ്യൂസും ഒക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സാധാരണ എയർബിഎൻബിയിൽ ചെല്ലുമ്പോൾ കോഫി പോട്ട്സ് അവർ വെക്കാറുണ്ടെങ്കിലും ഇവിടെ കോഫി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കോഫി പൗഡറും പോഡും ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കോഫി മെഷീൻ ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഡ്രൈവ് ചെയ്ത് വന്ന ക്ഷീണമൊക്കെ മാറ്റി എല്ലാവരും നന്നായിട്ട് ഉറങ്ങി എണീറ്റ് ഡ്രസ്സൊക്കെ മാറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നപ്പോഴേക്കും 11 മണിയായി. ജോസിന്റെ കല്യാണം കഴിഞ്ഞ മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസിനെ ഇപ്പൊ ഫുൾ ടൈം ഫോണിലാണ് മിക്കവാറും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലെങ്കിൽ തന്നെ സാധാരണ എയറിലാവുക ഞങ്ങളുടെ ട്രിപ്പിലെ ജോസാണ്. അപ്പൊ ഇന്നിപ്പോ ഈ കാര്യം കൊണ്ട് തന്നെ എപ്പോഴും എയറിലാണ് ജോസ്. നമ്മളെ കഴിച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്ക് പെട്ടെന്ന് കഴിക്കുമായിരുന്നു. അല്ല അങ്ങനെയല്ല, അങ്ങനെ അധികം സ്റ്റഫ് ഞാനും അഖിലും കൂടെ ട്രിപ്പ് പോകുമ്പോൾ ഒരുപാട് ബ്രേക്കുകളൊന്നും ഫുഡ് കഴിക്കാൻ ഞങ്ങൾ എടുക്കാറില്ല. അതുകൊണ്ട് മാക്സിമം ജോസ് ബേബിയെ കൊണ്ട് ബ്രേക്കുകൾ എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി ഫുഡ് മാക്സിമം കഴിച്ചോളാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇന്നലെ രാത്രി കിടക്കുന്നത് വരെ ഒരു കുഴപ്പമില്ലാതെ പോയി കിടന്ന ജോസ്ഫിബി രാവിലെ എണീറ്റ് വന്നപ്പോൾ താടിയിൽ ഒരു ചുണ്ടൻ വെള്ളമൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും വാരുമായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരസ്പരമുള്ള ചെളി വാരിയെറിയലുകൾക്കും ശേഷം ഞങ്ങൾ പതുക്കെ റൂമൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ലേക്ക് ആർഡയുടെ അടുത്തുള്ള സിർമിയോണെ എന്നുള്ള സിറ്റിയിലേക്കാണ്. ഇന്നലെ വന്നപ്പോൾ കൂരിരുട്ടായതുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റിന് ചുറ്റുമൊന്നും കാണാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ അപ്പാർട്ട്മെന്റിലേക്കുള്ള വഴിയും ഗേറ്റും ഒക്കെ ശരിക്കും ഒന്ന് കണ്ടത്. എന്തായാലും ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായി. എന്നാ പിന്നെ അപ്പാർട്ട്മെന്റിന് പുറത്തുള്ള സ്വിമ്മിംഗ് പൂളോടെ ഒന്ന് കാണിച്ചേക്കാം. അങ്ങനെ പതിവ് തെറ്റിക്കാതെ സ്വിമ്മിംഗ് പൂളിന്റെ ചുറ്റും നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ സിർമിയോണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ പ്രഹസനങ്ങളുടെ ഒരു തുടക്കം മാത്രം. അപ്പം ഞങ്ങളുടെ മറ്റു ഓവറാക്കലുകളുടെയും ലേക്ക് ഗാർഡയുടെ വിശേഷങ്ങളും അറിയാനായിട്ട് പാർട്ട് 2 കാത്തിരിക്കുക.